ഫുട്ബോൾ ആരാധകരെ, ടെക് ട്രേഡ് പ്ലസിന്റെ ഫിഫ 2026 വേൾഡ് കപ്പ് മാച്ച് ഓഫ് ദ ഡേ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൂപ്പർ സൺഡേയിൽ 4 മത്സരങ്ങൾ, 4 വ്യത്യസ്ത കഥകൾ. ആരൊക്കെ തിളങ്ങി, ആരൊക്കെ അവസരം നഷ്ടപ്പെടുത്തി നോക്കാം. ആദ്യ മത്സരം. ഗോൾ ഖത്തർ 1, സ്വിറ്റ്സർലാൻഡ് 1. ടൂർണമെന്റിലെ ആദ്യ പോയിന്റ് സ്വന്തമാക്കാൻ ഖത്തറിന് കഴിഞ്ഞു. മത്സരത്തിന്റെ പ്രധാന ഹൈലൈറ്റ് അവരുടെ സംഘടിത പ്രതിരോധം. സ്വിറ്റ്സർലാൻഡിന്റെ ആക്രമണങ്ങളെ പലതവണ തടഞ്ഞു നിർത്തിയ ഖത്തർ കൗണ്ടർ അറ്റാക്കിലൂടെ നിർണായക ഗോൾ കണ്ടെത്തി. ഈ സമനില ഖത്തറിനൊരു വിജയത്തിന് തുല്യമാണ്. രണ്ടാം മത്സരം. ഗോൾ ബ്രസീൽ 1, മൊറോക്കോ 1. ഇന്നത്തെ ഏറ്റവും വലിയ സർപ്രൈസ്, ബ്രസീലിന്റെ സൂപ്പർ താരനിരയെ മൊറോക്കോ മികച്ച രീതിയിൽ നിയന്ത്രിച്ചു. ബ്രസീലിന് പന്ത് കൂടുതൽ കൈവശമുണ്ടായിരുന്നെങ്കിലും മൊറോക്കോയുടെ കൃത്യമായ പ്രതിരോധവും മിഡ്ഫീൽഡ് പോരാട്ടവും ബ്രസീലിനെ ബുദ്ധിമുട്ടിച്ചു. ബ്രസീലിന് 2 പോയിന്റ് നഷ്ടമായ മത്സരമെന്ന് തന്നെ പറയാം. മൂന്നാം മത്സരം. ഗോൾ ഹെയ്ത്തി 0, സ്കോട്ട്ലൻഡ് 1. സ്കോട്ട്ലൻഡ് ജയിച്ചെങ്കിലും ഹെയ്ത്തിയുടെ പോരാട്ട വീര്യം അഭിനന്ദിക്കേണ്ടതാണ്. ശക്തരായ എതിരാളികൾക്കെതിരെ അവസാന നിമിഷം വരെ പോരാടിയ ഹെയ്ത്തി നിരവധി അവസരങ്ങൾ സൃഷ്ടിച്ചു. പക്ഷേ ഫിനിഷിംഗിലെ കുറവാണ് അവരുടെ തോൽവിക്ക് പ്രധാന കാരണം. അവസാന മത്സരം. ഗോൾ ഓസ്ട്രേലിയ 2, തുർക്കി 0. സൂപ്പർ സൺഡേയിലെ ഏറ്റവും മികച്ച പ്രകടനം ഓസ്ട്രേലിയയിൽ നിന്നാണ് വന്നത്. ശക്തമായ പ്രസ്സിംഗ്, വേഗമേറിയ കൗണ്ടർ അറ്റാക്കുകൾ, കൃത്യമായ ഫിനിഷിംഗ് എല്ലാം ചേർന്നപ്പോൾ തുർക്കിക്ക് മറുപടിയില്ലാതെയായി. ഈ വിജയം ഗ്രൂപ്പിൽ ഓസ്ട്രേലിയയെ ശക്തമായ സ്ഥാനത്തേക്കെത്തിച്ചു. അപ്പോൾ ലോകകപ്പിന്റെ യഥാർത്ഥ ചൂട് തുടങ്ങിയിരിക്കുകയാണ്. ഇതുപോലത്തെ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.